സുഹൃത്തുക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കണ്ടില്ലേ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും. നമ്മൾ ഇന്ന് കേരള ടു ലഡാക്ക് പാളയിൽ പോവുക എന്നുള്ളൊരു പ്ലാനുമായിട്ട് നമ്മൾ റോഡിലോട്ട് നിന്ന് ഇറങ്ങുകയാണ്. ഞാനും വിഷ്ണുവും നമ്മുടെ പയ്യന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളിട്ട് ഇന്ററാക്ട് ചെയ്യുമോ, സംസാരിക്കുമോ, വരുമോ, കാണുമോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മളിന്ന് പാളയുമായിട്ട് നാട് റോഡിൽ നമ്മളിന്ന് ഇറങ്ങി നിന്ന് വലിക്കും. അതിനുശേഷം എങ്ങനെയാണ് ആൾക്കാർ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം, അല്ലേ? അപ്പം നമുക്ക് ആദ്യം നേരെ വീഡിയോ കാണാം. ഇതുവഴി ലഡാക്ക് പോകാൻ പറ്റും നോക്കട്ടെ. ആ വഴിയോടെ ഒന്ന് പറഞ്ഞാ ലഡാക്കി പോണം. പോട്ടോ. എനിക്ക് വയ്യ. ഭയങ്കര പാടുന്നുണ്ട് പാളയിൽ പോവാൻ. വണ്ടിൻ്റെ വയ്യ. അതിനിടയിൽ കപ്പലിൻ്റെ കച്ചവടമാണ്. അതിനിടയിൽ നിങ്ങളൊരു ബിസിനസ്സുകാരൻ തന്നെ കേട്ടോ. അതിനിടയിൽ കപ്പലിൻ്റെ കച്ചവടം. അയ്യോ, ഇയാളെ ഇരുന്നോ? ഞങ്ങള് കരമനം തുടങ്ങി ലഡാക്കിലോട്ട് പാള അടിച്ചു. എത്ര നാളെടുക്കും ഇനി അങ്ങനത്തെ അറിയത്തില്ല. കുറച്ചാളെടുക്കും. എന്തായാലും ഒരു വർഷം എടുക്കുമായിരിക്കും എന്തായാലും ഇങ്ങനെ പോയാണെങ്കിൽ. ലഡാക്കിലോട്ട് പാള കളിച്ചു. ഈ പ്രശ്നമല്ല, ഇടയ്ക്കിടയ്ക്ക് പാള മാറ്റണം, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഇടയ്ക്ക് കീറി പോകുമ്പോൾ വേറെ എടുക്കണം, അതാണ് വിഷയം. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റ വലിക്കൊക്കെ പോയാലേ. വേറെ പാള ഉണ്ടോ? നിങ്ങൾ കൊണ്ടുവന്നു? വേറെ പാള ഉണ്ട്. പോണ വഴിക്ക് വഴിയിൽ തെങ്ങ് കാണൂലേ? തെങ്ങും നല്ലതാ പാള. ഇത് കമുകിന്റെ പാളയാണ്. എന്തെങ്കിലും എടുക്കൂല, എന്താണെങ്കിലും എടുത്തിട്ട് പോകും. ഇനി ഞാൻ നിന്ന് പോലെ അലാവുദ്ദീനെ പോലെ എങ്ങനെയെങ്കിലും പാടേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പോണ വഴിക്ക് പാലൊക്കെ തരും. ഇത് നമ്മളെ വീട്ടിലുള്ള ഒരു ചേട്ടൻ സ്പോൺസർ ചെയ്തതാണ്. നിങ്ങൾ വലിച്ചു വലിച്ചെപ്പോ എത്താണ്ടോ? വലിച്ചു വലിച്ചെത്തുമ്പോ നാളെ ആവും.
ഇപ്പം നമുക്കങ്ങനെ നമ്മൾ ഇമാജിൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അനിയോടെ ഉള്ള ഓട്ടോഗ്രാഫ് നാളെ വാങ്ങിച്ചു എൻ്റെ ശരിയാണ് പറയാൻ പറ്റും. ഓട്ടോഗ്രാഫ് കൊടുക്ക നിന്റെ ഇത് വലിച്ചെപ്പോ നമ്മൾ എത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വാർത്ത കാണാം. അന്ന് വരും. എപ്പോ എത്തും വലിച്ചത് അറിയത്തില്ല. ബസ്സിൽ പൊക്കി വിടായിരുന്നു. ബസ് പാള എവിടെ പോയാലും പാളയിലേ പോവും. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം പാളയിൽ ഞാൻ പാള ഇരുന്ന് എവിടെ പോയാലും പോവുള്ളൂ. ആ ഒരു സെറ്റപ്പാണ്. എന്നുവെച്ചാൽ ഇവനെ വലിച്ചോണ്ട് ലഡാക്കിലോട്ട് പോകണം, കാശ്മീർ. സത്യം ചിരിക്കല്ലേ? ഇത്ര നേരം നമ്മൾ വലിച്ചാണ്. വെള്ളം വാങ്ങിച്ചു പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ സൊള്ള എന്തിന് വേറെ പോകൂടെ? ലഡാക്കാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ വിലയേറിയ ജനങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ കൊണ്ട് ഞാൻ കണ്ടില്ലേ, നമ്മളെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡാണത്. അപ്പോൾ നമ്മൾ അതുവഴി ആ പാളയിൽ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ, ബൈ, സീ യു. അല്ല, അവിടെ പ്രശ്നമില്ല. ഭയങ്കര വിലയാണ്, മനസ്സിലായ? അപ്പൊ നമ്മളെ കൊണ്ട് കിട്ടുന്ന വാഹനം ഈ പാളയാണ്. നമ്മൾ ഇതിൽ പോകും. നമ്മളല്ല ഒരു അങ്ങനെ കാര്യമൊന്നുമല്ല. നമ്മൾ പോവും. നമ്മൾ പാളയിൽ ഇവിടുന്ന് ലഡാക്കിൽ പോകും. വേറെ ഒരു വിഷയം നമ്മളൊക്കെ വലിയ ഇത് കുറയ്ക്കാൻ പറ്റും. അത് കുറയരുത്, 100 ആവണം. ഞാനൊരു കാര്യം പറയും. എനിക്കിപ്പോ ലഡാക്കിൽ പോകണം, എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പൊ ഞാൻ എല്ലാവരും നോക്കുമ്പോൾ നടന്നു പോകുന്നുണ്ട്, ബൈക്കിൽ പോകുന്നുണ്ട്, പ്ലെയിനിൽ പോകുന്നുണ്ട്. പലരും പല രീതിയിൽ അവരെ കഴിയുന്ന രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ എന്നാ കഴിയുന്ന രീതിയിൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണിത്. ഏതെങ്കിലും നാഷണൽ പെർമിറ്റ് ലോറിയുടെ ബാക്കിൽ കെട്ടിയ പോലെ അതൊരു രസം. നമ്മളെ വലിച്ചതിന്റെ രസമാണ് ഇത്. ഞാൻ അങ്ങനെ പറയാൻ എല്ലാവരും പേരും കാണാം. അങ്ങനെയാണെങ്കിൽ ബൈക്കിൽ പോകണമെന്ന് നമ്മളെ ജീവിതത്തിൽ ഇത്രയും ഇന്ധന വില കൂടുന്നെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അതിന്റെ കൂടെ ഇത് നമുക്ക് 100 ആവണം ഇന്ധനം. ഫാൻസി നമ്പർ ഞാൻ ജനിച്ചതെന്ന് അറിയാം. അന്ന് ആര് ജനിച്ചു? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാം. ചർച്ചിൽ പോകണമെങ്കിൽ അമ്മ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. യെരൂശലേമിൽ നിന്ന് യഹൂദയിലേക്ക് കടന്നുപോയ 3 വ്യക്തികളെ ഞാൻ വേണമല്ലോ. എനിക്ക് യെരൂശലേമിൽ നിന്ന് പോയ 3 വ്യക്തികളെ കുറിച്ച് നമ്മൾ
നമുക്ക് ഇന്ന ജോലിയൊന്നൊന്നുമില്ല, എന്തും ചെയ്യാം. അതിപ്പോ ഈ പാളയിൽ നീ ഇരിക്കുവോ? നിങ്ങളിപ്പോ ഇത് ചെയ്തു ഈ പാളയിരിക്കണം പ്രായം കഴിഞ്ഞില്ലേ? നമുക്ക് എന്തും ചെയ്യാം. വലുതായില്ലേ? ചേട്ടാ എന്നെ കൂടി കൂട്ടോ. എല്ലാം വീഡിയോ തീർച്ചയായും നിങ്ങൾ ആദ്യം ഇതൊന്ന് കണ്ടുപോട്ടെ, അത് വേണ്ട. എന്താണെന്നുള്ള കേൾക്കണം. അത് പറയുമ്പോ അതിനകത്ത് ചെറിയൊരു വീട് കിടപ്പുണ്ടോ കണ്ടു. അത് മാറി മാറി പോകും. വഴിയിൽ മുറിച്ച് മുറിച്ച് അപ്പൊ വാർത്തയിലൊക്കെ വരും, നാലാളെ അറിയും. വാർത്തയ്ക്ക് വേണ്ടി അയ്യോ അങ്ങനെയല്ല. നമ്മളെ പൈസ ഇല്ല എണ്ണ അടിച്ച് പോവാൻ. നമ്മൾ കിട്ടുന്ന വണ്ടിയായിട്ട് നമ്മൾ പോകണം. കണക്കാക്കിയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതാ നമ്മളതിന്റെ ഇടയിൽ നിന്ന് പെട്ടാ. അയ്യോ നമ്മൾ പോട്ടാ. അതറിയില്ല. അത് ഇനിയിപ്പോ ഇതൊക്കെ മാറി മാറി പോണ്ടേ. പോട്ടാപ്പോ കേട്ടില്ല. ഞാൻ വെള്ളം മാറ്റിയാലും ആരും സപ്പോർട്ടില്ലേ? വലിച്ചൊരിച്ച് ലോഡായി. നീ ഒരു സെൽഫി എടുക്കാല്ല. നീ ഒരു വെള്ളം വാങ്ങിച്ചു തരുമോ? അത് വാങ്ങിച്ചോ. സെൽഫി ഒക്കെ എടുക്കാം. നീ വെള്ളം വാങ്ങിച്ചോ.